ഞങ്ങളുടെ കൂർഗിലേക്കുള്ള യാത്രയാണിത്. എറണാകുളത്തു നിന്നും കണ്ണൂർ ഇരിട്ടി വഴിയാണ് കൂർഗിലേക്ക് പോയത്. കണ്ണൂരിൽ സ്റ്റേ ചെയ്ത് അവിടെ നിന്നും പുലർച്ചെ യാത്ര തുടങ്ങുമ്പോൾ മനസ്സ് നിറയെ കൂർഗിലെ കാപ്പിയായിരുന്നു. ഇരിട്ടി കഴിഞ്ഞ് കർണാടക അതിർത്തിയിൽ പ്രവേശിച്ചാൽ കൂർഗ് സ്ലോലി വെൽക്കംസ് യു വിത്ത് ആംസ് വൈഡ് ഓപ്പൺ. കൂർഗിലെ കാറ്റിനൊപ്പം കാപ്പിയുടെ മയക്കുന്ന മണവും മനസ്സിനകത്തെത്തി. വെള്ളച്ചാട്ടങ്ങൾക്കിടയിലായി കാപ്പിക്കാടുകൾ അവിടുത്തെ കാറ്റിൻ്റെ താളത്തിൽ അലയുന്നു. പച്ചക്കാടും മഞ്ഞുമൂടിയ കാലാവസ്ഥയും മനസ്സിനെ കാവ്യാത്മകമാക്കുന്നു. അതിനിടയിൽ ഒരു ചൂട് കാപ്പിയും ഹൃദയസ്പർശിയായ ശാന്തതയും മതി പ്രണയം പോലും ഉണരാൻ. ജൂലൈ മുതൽ ഫെബ്രുവരി വരെ കൂർഗിൽ വലിയ പച്ചപ്പാണ്. ഒറ്റപ്പെട്ട മഴത്തുള്ളികൾ, കുളിർകാറ്റ്, ചൂടുകാപ്പിയും മൂടൽമഞ്ഞും. ദമ്പതികൾക്ക് പ്രണയം ഓർമ്മപ്പെടുത്താൻ പറ്റിയ അവിസ്മരണീയമായ നിമിഷങ്ങൾ സമ്മാനിക്കാനാകുന്നിടമാണ് കൂർഗ്. ആദ്യം ഞങ്ങൾ പോയത് ഓംകാരേശ്വര ടെമ്പിളിലേക്കാണ്. കർണാടകയിലെ ബൈലക്കുപ്പയിൽ സ്ഥിതി ചെയ്യുന്ന നംദ്രോലിംഗ് മൊണാസ്ട്രിയാണ് പിന്നീട് കണ്ടത്. ടിബറ്റൻ ബുദ്ധമത റെഫ്യൂജികൾക്കായി 1963 പെനോർ റിംപോച്ചെ സ്ഥാപിച്ച ഈ മൊണാസ്ട്രി വിശുദ്ധമായ ഗോൾഡൻ ടെമ്പിളായി അറിയപ്പെടുന്നു. മഠത്തിനകത്ത് 60 അടി ഉയരമുള്ള ബുദ്ധവിഗ്രഹം ഉൾപ്പെടെ ഭംഗിയുള്ള വിഗ്രഹങ്ങളും ചിത്രകലകളും കാണാം. മഠം പൊതുജനങ്ങൾക്കും വിനോദസഞ്ചാരികൾക്കും തുറന്നുകൊടുത്തിരിക്കുന്നു. ധ്യാനവും ശാന്തമായ അന്തരീക്ഷവുമാണ് ഇവിടെ പ്രധാന ആകർഷണം. ടിബറ്റൻ സംസ്കാരത്തിൻ്റെ തനിമ അനുഭവിക്കാനും അതിൻ്റെ ആത്മീയത ആഴത്തിൽ മനസ്സിലാക്കാനുമുള്ള ഒരു അവസരമാണ് ഈ ബുദ്ധക്ഷേത്രം. ഇവിടെ ടിബറ്റൻ ശൈലിയിലുള്ള ധാരാളം കച്ചവട സ്ഥാപനങ്ങളുണ്ട്. അവിടെ ടിബറ്റൻ കരകൗശല വസ്തുക്കൾ, ധൂമക്കിറ്റുകൾ, ടിബറ്റൻ ആഭരണങ്ങൾ, തങ്ക പെയിൻറ്റിങ്ങുകൾ, പഞ്ചഭൂതങ്ങളാൽ നിർമ്മിച്ച ധ്യാന ഉപകരണങ്ങൾ എന്നിവ ലഭ്യമാണ്. മഠത്തിനകത്തെയും പരിസരത്തെയും കടകളിൽ ടിബറ്റൻ ഭക്ഷണങ്ങൾ ലഭ്യമാണ്. മോമോസ്, ബട്ടർ ടീ, ന്യൂഡിൽ സൂപ്പുകൾ എന്നിവ ഞങ്ങളും ആസ്വദിച്ചു. കടകളിൽ വില പേശാൻ മടിക്കേണ്ടതില്ല. പല കടകളും വിലക്കുറവ് അനുവദിക്കും. പകൽ സമയങ്ങളിൽ കടകൾ സന്ദർശിക്കുന്നതാണ് അനുയോജ്യം. കാരണം വൈകിട്ട് ചില കടകൾക്ക് അടയ്ക്കാം. ടിബറ്റൻ ബുദ്ധഗുരുവായിരുന്ന പെനോർ റിംപോച്ചെ 1959 ചൈനീസ് അധിനിവേശത്തെ തുടർന്ന് ഇന്ത്യയിലേക്ക് കുടിയേറി. ബൈലക്കുപ്പയിൽ 1963 നംദ്രോലിംഗ് മഠം സ്ഥാപിച്ചു. പ്രാരംഭഘട്ടത്തിൽ തന്നെ തീവ്രമായ ആത്മീയ പരിശീലന കേന്ദ്രമായി മാറി ഈ മഠം. കാലത്തിനനുസരിച്ച് വലിയ ബൗദ്ധ വികാസ പദ്ധതികൾ മഠത്തിൽ നടന്നു. തിബത്തൻ മതപഠനങ്ങൾക്കുള്ള വലിയ ക്ലാസ് മുറികൾ, ഗോൾഡൻ ടെമ്പിൾ, ഭിക്ഷുണിമാരുടെ വിദ്യാലയം എന്നിവ അതിൽ ഉൾപ്പെടുന്നു. ഇന്ന് 5000-ലധികം ഭിക്ഷുക്കൾ ഇവിടെ താമസിക്കുന്നു. നംദ്രോലിംഗ് മഠം ഇന്ത്യയിൽ ടിബറ്റൻ സംസ്കാരവും ബുദ്ധമതവും പുനരുജ്ജീവിപ്പിച്ചതിൻ്റെ ശക്തമായ ഉദാഹരണമാണ്. അതേസമയം
മതസൗഹാർദ്ദത്തിൻ്റെയും ആന്തരിക ശാന്തിയുടെയും സന്ദേശം ലോകത്താകമാനം വ്യാപിപ്പിക്കുന്നു. കൂർഗ് സന്ദർശിക്കുന്നവർ ഈ മഠം തീർച്ചയായും സന്ദർശിച്ചിരിക്കണം. ഈ സ്ഥലം സന്ദർശിക്കുന്നത് വെറും കാഴ്ചയല്ല, അതൊരു അനുഭവമാണ്.